ഹായ് വെൽക്കം ടു വോക്ക് ആൻഡ് ലാഡിൽ. ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബോണ്ട് തയ്യാറാക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബോണ്ട് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ഈ ചോപ്പറിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, ചപ്പ്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുകയും ചെയ്യുക. ഇതാ നമ്മളെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹെൽപ്പിങ്ങിന് മക്കൾ കൂടണ്ട് കേട്ടോ. ചോപ്പ് ചെയ്യാനും മാവ് റെഡിയാക്കാനും ഒക്കെ ഓരോരുത്തരായിട്ട് റെഡിയായിട്ട് കൂടെയുണ്ട്. ഇനി 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. ഇനി ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/2 കപ്പ് തൈരും കൂടി ചേർത്തു. പാകത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുകയാണ്. നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട. ആദ്യം നമുക്ക് വെള്ളം കുറവാ തോന്നും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കുഴച്ച് നന്നായിട്ട് ഒരു 10-12 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് ഇതൊരു മാവ് രൂപത്തിലല്ല, കോരി ഒഴിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് മാവിൻ്റെ പരുവം. അങ്ങനെ നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ, ഏത് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് നിർത്തിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഭാഗം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് മീഡിയം ടു ലോ, അതായത് മീഡിയത്തിൻ്റെ താഴെ, പറ്റു ലോ അല്ല, അങ്ങനത്തെ ആ ഒരു ഇതിൽ വെക്കുക നമ്മൾ ഫ്ലെയിം. അല്ലെങ്കിൽ ഉള്ളു വേവില്ല. പുറം പെട്ടെന്ന് ക്രിസ്പി ആവും, ഗോൾഡൻ കളറാവും, പക്ഷെ ഉള്ളു വേവാത്തൊരവസ്ഥയാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക തീ. അതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലും വെക്കുക. അപ്പോൾ നല്ല ചൂട് വേണം എണ്ണക്ക്, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കണ ഒരവസ്ഥ വരും. എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നല്ല വെന്ത നല്ല അടിപൊളിയായിട്ടുള്ള ബോണ്ട നമുക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിയുക. വൈകുന്നേരത്തെ ചായക്കടിക്ക് പെട്ടെന്നുണ്ട് റെഡിയാക്കാൻ, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതിൻ്റെ കൂടെ ചെറിയൊരു ചട്നി കൂടെ ഉണ്ടായാൽ സംഭവം സൂപ്പറായി. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് വരാം.